ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 47-ാം ദിവസം കാളക്കുട്ടിയെ ആരാധിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം, 79-ാം സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുന്നു. സീനായ് മലയിലേക്ക് കയറി ചെന്ന മോശയെ കാണാതായപ്പോൾ ഇസ്രായേൽ ജനം സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. വിഗ്രഹാരാധനയിലൂടെ നാം ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെടുത്തുകയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നേ ദിവസത്തെ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുനാളുകൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വൈകുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ പക്കൽ സമ്മേളിച്ചു. അവർ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണവളയങ്ങൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം മുഴുവൻ തങ്ങളുടെ കാതുകളിലെ സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉളികൊണ്ട് അതിനെ രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടിട്ട് അഹ്റോൻ അതിൻ്റെ മുമ്പിൽ ഒരു ബലിപീഠം പണിതു. തുടർന്ന് അഹ്റോൻ വിളിച്ചു പറഞ്ഞു, നാളെ കർത്താവിൻ്റെ ഉത്സവമായിരിക്കും. അവർ പിറ്റേന്ന് നേരത്തെ ഉണർന്ന് ഹോമസമർപ്പണങ്ങൾ നടത്തി. സമാധാന സമർപ്പണ വസ്തുക്കൾ കൊണ്ടുവന്നു. തിന്നാനും കുടിക്കാനുമായി ജനമിരുന്നു. മേളിക്കാനായി അവർ എഴുന്നേറ്റു. കർത്താവ് മോശയോട് പ്രസ്താവിച്ചു, ഇറങ്ങിച്ചെല്ലുക. എന്നാൽ ഈജിപ്ത് നാട്ടിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് അവർ ശീഘ്രം വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ തങ്ങൾക്കായി വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലെ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ എന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഇതാ, അവർ പിടലി കടുത്ത ഒരു ജനമാണ്. അതിനാൽ ഇപ്പോൾ നീ എന്നെ തനിയെ വിട്ടേക്കൂ. എൻ്റെ ക്രോധം അവർക്കെതിരെ ആളിക്കത്തി ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യട്ടെ. എന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. മോശ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയാലും കരുത്തുറ്റ കരത്താലും അങ്ങ് തന്നെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് അവരെ കൊന്നുകളയുകയെന്നും ഭൂമുഖത്ത് നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുമുള്ള ദുരുദ്ദേശത്തോടെയാണ് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയുവാൻ ഇടവരുത്തുന്നതെന്തിന്? അങ്ങയുടെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിയണമേ. അങ്ങയുടെ ജനത്തിനുണ്ടാകാനിരിക്കുന്ന അനർത്ഥത്തെ പ്രതി പരിതപിക്കണമേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. അവരോടാണല്ലോ അങ്ങ് അങ്ങയെക്കൊണ്ട് ശബ്ദം ചെയ്തിട്ടുള്ളത്. അവരോടാണല്ലോ അങ്ങ് അരുൾ ചെയ്തത്. നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കുകയും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതിക്ക് ഞാൻ നൽകുകയും അവർ അത് എന്നേക്കും അവകാശമാക്കുകയും ചെയ്യും.
അപ്പോൾ തൻ്റെ ജനത്തിനെതിരായി ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ പ്രതി കർത്താവ് പരിതപിച്ചു. മോശ തിരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി. അവൻ്റെ കയ്യിൽ സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങൾ ഉണ്ടായിരുന്നു. ഫലകങ്ങൾ അവയുടെ ഇരുവശങ്ങളിലും എഴുതപ്പെട്ടവയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എഴുതപ്പെട്ടവയായിരുന്നു അവ. ഫലകങ്ങൾ ദൈവത്തിൻ്റെ വേലയായിരുന്നു. ഫലകങ്ങളിന്മേൽ കൊത്തപ്പെട്ട ആ ലിഖിതം ദൈവത്തിൻ്റെ ലിഖിതമായിരുന്നു. അട്ടഹാസത്തോടെയുള്ള ജനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പാളയത്തിൽ യുദ്ധഭേരി എന്ന് ജോഷുവ മോശയോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, ധീരതയുടെ വിജയഗാനഭേരിയല്ല, പരാജയത്തിൻ്റെ വിലാപഗാനഭേരിയുമല്ല, ഉന്മാദഗാനഭേരിയാണ് ഞാൻ കേൾക്കുന്നത്. മോശ പാളയത്തെ സമീപിക്കവേ കാളക്കുട്ടിയെയും നൃത്തപ്രകടനങ്ങളുമാണ് കാണാനിടയായത്. മോശയുടെ കോപം ആളിക്കത്തി. ഫലകങ്ങൾ അവൻ തൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞു. മലയുടെ അടിവാരത്തിൽ അവൻ തച്ചുടച്ചു. അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവനെടുത്ത് തീയിൽ ചുട്ടു. അത് പൊടിയാകുന്നതുവരെ ഇടിച്ചരച്ചു. അത് ജലപ്പരപ്പിൽ വിതറി ഇസ്രായേല്യരെ കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, ഈ ജനത്തിന്മേൽ വലിയൊരു പാപം നീ വരുത്തിവെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തെ അങ്ങേക്കറിയാമല്ലോ. തീർച്ചയായും ഇവർ തിന്മയ്ക്ക് വശകരാണ്. ഇവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ആർക്കാണ് സ്വർണമുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ ഊരി അത് എനിക്ക് തന്നു. ഞാനത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനം താന്തോന്നികളാക്കപ്പെട്ടു എന്ന് മോശ കണ്ടു. കാരണം തങ്ങളുടെ പ്രതിയോഗികളുടെ ഇടയിൽ ഒരവഹേളനമാകാൻ അഹ്റോൻ അവരെ തന്നിഷ്ടത്തിന് വിട്ടിരുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിനായി എൻ്റെ പക്ഷത്ത് ആരുണ്ട്? ലേവ്യരെല്ലാവരും അവൻ്റെ പക്ഷത്ത് ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഉടവാൾ ധരിക്കുവിൻ. നിങ്ങൾ ഒരുവൻ തൻ്റെ സഹോദരനെയും ഇതരൻ തൻ്റെ സുഹൃത്തിനെയും മറ്റൊരുവൻ തൻ്റെ അയൽക്കാരനെയും പാളയത്തിൽ കവാടം തോറും കയറിയിറങ്ങി വധിക്കുവിൻ. മോശയുടെ വാക്കനുസരിച്ച് ലേവ്യർ പ്രവർത്തിച്ചു. ആ ദിവസം ജനത്തിൽ നിന്ന് 3000-ഓളം പേർ നിബന്ധിച്ചു. മോശ പറഞ്ഞു, ഇന്ന് ഓരോ ആളും തൻ്റെ മകനും തൻ്റെ സഹോദരനുമെതിരായി കർത്താവിനു വേണ്ടി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവിൻ. ഇന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയേണ്ടതിനാണിത്. പിറ്റേ ദിവസമായപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. ഒരുപക്ഷെ നിങ്ങളുടെ പാപത്തെ പ്രതി പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിയും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് ഉണർത്തിച്ചു, ഹാ കഷ്ടം, ഈ ജനം ഒരു വലിയ പാപം ചെയ്തുപോയി. അവർ തങ്ങൾക്കായി സ്വർണദേവന്മാരെ ഉണ്ടാക്കി. ആകയാൽ ഇപ്പോൾ അങ്ങ് ഒന്നുകിൽ അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അങ്ങ് എഴുതിയിട്ടുള്ള അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എന്നെ ദയവായി മായ്ച്ചു കളയണം. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്കെതിരായി പാപം ചെയ്തതാരോ അവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുന്നത്. ഇപ്പോൾ നീ പോയി ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളിടത്തേക്ക് ജനത്തെ നയിക്കുക. ഇതാ എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും. എങ്കിലും എൻ്റെ ദർശനത്തിൻ്റെ ദിവസം അവരുടെ പാപത്തെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കും. അഹ്റോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയുമായി ജനം ചെയ്തതിനെ പ്രതി അവരെ കർത്താവ് പ്രഹരിച്ചു. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം. തിരുനാളുകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഇവയാണ് കർത്താവിൻ്റെ തിരുനാളുകളായി നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട വിശുദ്ധ സ്ഥലത്തെ സമ്മേളനങ്ങൾ. എൻ്റെ തിരുനാളുകളാണവ. സാബത്ത്. 6 ദിവസം ജോലി ചെയ്യാം. 7-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനത്തിനുള്ള പൂർണ്ണ വിശ്രമത്തിൻ്റെ സാബത്താണ്. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് കർത്താവിനുള്ള സാബത്താണ്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. അവയുടെ നിശ്ചിത സമയങ്ങളിൽ നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ സമാഗമങ്ങൾ, അതായത് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനങ്ങൾ ഇവയാണ്. 1-ാം മാസം 14-ാം ദിവസം സായം സന്ധ്യയിൽ കർത്താവിനുള്ള പെസഹയാണ്. ഈ മാസത്തിൻ്റെ 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ്. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തണം.
7-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. നിങ്ങൾ ദാസവേലയൊന്നും ചെയ്യരുത്. ആദ്യഫലങ്ങളുടെ തിരുനാൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേർന്ന് നിങ്ങൾ അതിൻ്റെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിൻ്റെ ആദ്യ കതിർപ്പിടി പുരോഹിതൻ്റെ പക്കൽ കൊണ്ടുവരണം. നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി പുരോഹിതൻ കർത്താവിന് മുമ്പിൽ കതിർപ്പിടി നിരാജനം ചെയ്യണം. സാബത്തിൻ്റെ പിറ്റേ ദിവസം അവൻ അത് ഒഴിയട്ടെ. നിങ്ങൾ കതിർപ്പിടി നിരാജനം ചെയ്യുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ കർത്താവിന് ഹോമയാഗമായി സമർപ്പിക്കണം. അതിൻ്റെ ധാന്യയാഗമായി എണ്ണയിൽ കുഴച്ച 2 ഇസ്രോൻ നേരിയ മാവ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായും 4-1 ഹിൻ വീഞ്ഞ് അതിൻ്റെ പാനീയയാഗമായും സമർപ്പിക്കണം. നിങ്ങളുടെ ദൈവത്തിൻ്റെ കാഴ്ചവസ്തു കൊണ്ടുവരുന്നതുവരെ അതേ ദിവസം വരെ നിങ്ങൾ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമാണ്. ആഴ്ചകളുടെ തിരുനാൾ. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നിങ്ങൾ നിരാജനത്തിൻ്റെ കതിർപ്പിടി കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണവാരങ്ങൾ ഉണ്ടാകത്തക്ക വിധം നിങ്ങൾക്കായി കണക്കാക്കണം. 7-ാമത്തെ സാബത്തിൻ്റെ പിറ്റേന്ന് വരെ 50 ദിവസം നിങ്ങൾ കണക്കാക്കണം. എന്നിട്ട് കർത്താവിന് ഒരു നവധാന്യയാഗം നിങ്ങൾ സമർപ്പിക്കണം. 2 ഇസ്രോൻ നേരിയ മാവ് കൊണ്ടുള്ള 2 നിരാജനയപ്പവും നിങ്ങളുടെ വസതികളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം. അവ പുളിപ്പുള്ളതും ചുട്ടതുമായിരിക്കണം. കർത്താവിനുള്ള ആദ്യ ഫലാർപ്പണമാണിത്. അപ്പത്തിന് പുറമെ 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാട്ടിൻകുട്ടികളെയും കാലിക്കിടാവായ ഒരു മൂരിയെയും 2 മുട്ടാടുകളെയും നിങ്ങൾ സമർപ്പിക്കണം. അവ കർത്താവിനുള്ള ഹോമയാഗവും കർത്താവിന് പ്രസാദകരമായ ധാന്യയാഗവും പാനീയാർപ്പണവും ചേർന്ന അഗ്നിയിലുള്ള പരിമളാർപ്പണവുമായിരിക്കും. കൂടാതെ പാപമുക്തിയാഗത്തിന് ഒരു കോലാട്ടിൻമുട്ടനെയും സമാധാന ബലിക്ക് 1 വയസ്സുള്ള 2 ആൺചെമ്മരി ആട്ടിൻകുട്ടികളെയും നിങ്ങൾ അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ ഫലാർപ്പണമായ അപ്പത്തോടും 2 ആൺചെമ്മരി ആട്ടിൻകുട്ടികളോടുമൊപ്പം നിരാജനമായി കർത്തൃസന്നിധിയിൽ ഒഴിയണം. കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായ അവ പുരോഹിതനുള്ളതാണ്. അതേ ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. സകല വാസസ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. നിങ്ങളുടെ നാടിൻ്റെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ നിന്റെ വിളവെടുപ്പിൽ വയലിൻ്റെ അരിക് നീ കൊയ്തു തീർക്കരുത്. നിന്റെ വിളയുടെ കാല പെറുക്കരുത്. അവ പാവപ്പെട്ടവനും പ്രവാസിക്കുമായി വിടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പുതുവത്സര ദിനം. കർത്താവ് മോശയോട് വചിച്ചു: ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമം, അനുസ്മരണ കാഹളധ്വനി, വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം എന്നിവ ഉണ്ടായിരിക്കണം. നിങ്ങൾ ദാസവേലയൊന്നും ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള ഒരർപ്പണം നിങ്ങൾ നടത്തണം. പരിഹാര ദിനം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: 7-ാം മാസത്തിൻ്റെ തന്നെ 10-ാം തീയതി പരിഹാര കർമ്മങ്ങളുടെ ദിനമായിരിക്കണം. നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം കാഴ്ചവെക്കുകയും വേണം. അത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാനുള്ള പരിഹാര കർമ്മങ്ങളുടെ ദിനമായതുകൊണ്ട് ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. എന്നാൽ അതേ ദിവസം സ്വയം എളിമപ്പെടാത്ത ഏതു വ്യക്തിയും സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അവൻ്റെ ജനത്തിനിടയിൽ നിന്ന് ഞാൻ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. സകല വാസസ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. അത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. മാസത്തിൻ്റെ 9-ാം തീയതി സായാഹ്നം മുതൽ സായാഹ്നം വരെ നിങ്ങൾ സാബത്ത് ആചരിക്കണം. കൂടാരത്തിരുന്നാൾ. കർത്താവ് മോശയോട് വചിച്ചു: ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക, 7-ാം മാസം തന്നെ 15-ന് തുടങ്ങി 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നേദിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം.
കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നേദിക്കുകയും വേണം. അത് ഒരു വിശേഷ യോഗമാണ്. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി ഹോമയാഗം, ധാന്യയാഗം, ബലി, പാനീയാർപ്പണം എന്നിവ പ്രതിദിന കർമ്മങ്ങളായി സമർപ്പിക്കുവാനുള്ള വിശുദ്ധ സമ്മേളനങ്ങളായി നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ സമാഗമങ്ങൾ ഇവയാണ്. ഇവയ്ക്ക് പുറമെയാണ് കർത്താവിൻ്റെ സാബത്തുകളും നിങ്ങൾ കർത്താവിന് നൽകുന്ന സകല വഴിപാടുകളും എല്ലാ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും. മാത്രമല്ല 7-ാം മാസം 15-ാം ദിവസം ഭൂമിയിലെ വിള ശേഖരിക്കുമ്പോൾ 7 ദിവസം നിങ്ങൾ കർത്താവിൻ്റെ തിരുനാൾ കൊണ്ടാടണം. ആദ്യ ദിവസം പാവനവിശ്രമം, 8-ാം ദിവസവും പാവനവിശ്രമം. 1-ാം ദിവസം ശ്രേഷ്ഠ വൃക്ഷത്തിൻ്റെ ഫലം, ഈന്തപ്പനക്കൈകൾ എന്നിവയും ഇലതൂർന്ന വൃക്ഷച്ചില്ലയും ആറ്റരളിയും എടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം ആമോദിക്കണം. വർഷത്തിൽ 7 ദിവസം നിങ്ങളത് കർത്താവിൻ്റെ തിരുനാളായി കൊണ്ടാടണം. നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി 7-ാം മാസത്തിൽ അത് നിങ്ങൾ കൊണ്ടാടണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഇസ്രായേലിലെ ദേശവാസികളെല്ലാം കൂടാരങ്ങളിൽ വസിക്കണം. ഞാൻ ഇസ്രായേലിലെ ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരെ ഞാൻ പാർപ്പിച്ചത് കൂടാരങ്ങളിലായിരുന്നുവെന്ന് നിങ്ങളുടെ തലമുറകൾ അറിയാൻ വേണ്ടിയാണിത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. തുടർന്ന് മോശെ ഇസ്രായേല്യരോട് കർത്താവിൻ്റെ സമാഗമങ്ങൾ പ്രഖ്യാപിച്ചു. സങ്കീർത്തനം 79. ഇസ്രായേലിൻ്റെ വിമോചനം. ആസാഫിൻ്റെ കീർത്തനം. ദൈവമേ, വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കിയിരിക്കുന്നു. ജെറൂസലേമിനെ നാശകൂമ്പാരമാക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ദാസരുടെ മൃതശരീരം ആകാശപ്പറവയ്ക്ക്, അങ്ങയുടെ ഭക്തരുടെ മാംസം നാട്ടുജന്തുവിന് ആഹാരമായി നൽകി. അവരുടെ രക്തം ജലം പോലെ ജെറൂസലേമിന് ചുറ്റും ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങയുടെ അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസപാത്രമായി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പുച്ഛവും അവഹേളനവും. കർത്താവെ, എത്ര കാലത്തേക്ക്? അങ്ങ് എന്നേക്കും കോപിക്കുമോ? അങ്ങയുടെ തീക്ഷ്ണത അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങയെ അറിയാത്ത ജനതകളിലേക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ. എന്തെന്നാൽ അവർ യാക്കോബിനെ വാരി വിഴുങ്ങുകയും അവൻ്റെ വസതി ശൂന്യമാക്കുകയും ചെയ്തു. പൂർവികരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ ആർദ്രത ഞങ്ങളെ അതിവേഗം സമീപിക്കട്ടെ. എന്തെന്നാൽ ഞങ്ങൾ തീർത്തും നിസ്സാരരായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ എന്തിനു ചോദിക്കണം. അങ്ങയുടെ ദാസരുടെ ചൊരിയപ്പെട്ട രക്തത്തിനുള്ള പ്രതികാരം ജനതകളുടെ ഇടയിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് സുവിദിതമാകട്ടെ. ബന്ധിതൻ്റെ ഞരക്കം തിരുസന്നിധിയിലെത്തട്ടെ. മൃത്യുവിധിയിലായവരെ തൃക്കര ശക്തിക്കൊത്ത് അവശേഷിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേക്ക് വരുത്തിവെച്ച പരിഹാസം അവർക്ക് അവരുടെ വക്ഷസ്സിലേക്ക് 7 ഇരട്ടിയായി തിരിച്ചെത്തിക്കണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങ് പോറ്റുന്ന ആട്ടിൻപറ്റം എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. തലമുറയോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും.